Hi friends, welcome to a new video from English with Asee. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായി നാം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നാം അറിഞ്ഞും അറിയാതെയും ഉപയോഗിക്കുന്ന സബ്ജക്റ്റീവ് പ്രൊനൗൺസ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഗ്രാമറായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായി യൂസ് ചെയ്യാൻ രീതിയിലോ ഏത് രീതിയിലാണെങ്കിലും ഈ സിമ്പിളായ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ഇവിടെ സബ്ജക്റ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുമ്പം നമ്മൾ പ്രോനൗൺസ് നമ്മൾ മുമ്പ് അത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയാതെ തന്നെ നമുക്കിപ്പോൾ ഞാൻ, ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ റാം, ഹി. ഇപ്പോൾ റാം എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറഞ്ഞതാണ് ഹി. അതുപോലെ സീത, അതിന് പകരം പറഞ്ഞതാണ് ഷീ. ഇങ്ങനെ പകരം ഒരു പേരിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. അപ്പോൾ സബ്ജക്റ്റായി യൂസ് ചെയ്യുന്ന പ്രോനൗൺസിനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതും നാം വളരെ വിശദമായി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഐ, ഹി, ഷീ, ഇറ്റ്, യു, വി, ദേ, ഇത്രയാണ് സബ്ജക്റ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിലേക്ക് നോക്കൂ. ഐ, ഹി, ഷീ, ഇറ്റ്, യു, വി, ദേ, ഇത്രയുമാണ് നാം സബ്ജക്റ്റീവ് പ്രൊനൗൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ ഐ എന്ന് പറഞ്ഞാൽ ഐ മീൻസ് മീ, എന്നെ അല്ലെങ്കിൽ ഞാനാണ് ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഹി ആവുമ്പോഴോ, ഹി എന്നത് ഓൺലി ഫോർ യൂസിങ് ഫോർ ബോയ്സ് ആൻഡ് മാൻ. അതൊരു ഒരാണായിട്ടുള്ള ബോയ് അല്ലെങ്കിൽ മാനെയാണ് ഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഷീ ആവുമ്പോഴോ, ഷീ എന്ന് പറയുന്നത് ഒരു ഗേൾ അല്ലെങ്കിൽ ഒരു വുമണാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ലേഡിയുടെ പേര് പറയുന്നതിന് പകരം നമുക്ക് ഷീ ഉപയോഗിക്കാം. എന്നാൽ ഇറ്റ് വരുമ്പോൾ ഇറ്റ് എവിടെയൊക്കെയാണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതായത് പ്ലേസ് ആകാം, അനിമൽ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തിങ് ആവാം. ഒരു സ്ഥലം പറയുന്നതിന് പകരം പറയാം, ഒരു മൃഗത്തിന് പറയുന്നതിന് പകരം പറയാം, ഒരു സാധനത്തെ പറ്റി പറയുമ്പോഴൊക്കെ ഇറ്റ് ഉപയോഗിക്കാം. എന്നാൽ യു വരുന്നത് എവിടെയാണ്? യു എന്ന് പറയുന്നത് നിങ്ങൾ. ഇപ്പോൾ എനിക്ക് നിങ്ങളോട്, എൻ്റെ സ്റ്റുഡൻസിനോട് യു എന്ന് പറയാം. എന്നാൽ വി വരുമ്പോൾ അതർ പീപ്പിൾ ആൻഡ് മീ, ഇൻക്ലൂഡിങ് മീ, ഞാനും നിങ്ങളും. ഇപ്പം ഞാൻ പറയാണ് ഐ പ്ലേ, അല്ലെങ്കിൽ ഐ ടീച്ച്, യു ടീച്ച്. അപ്പം ഞാൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിപ്പിക്കുന്നു. വി ടീച്ച്, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പം ഇൻക്ലൂഡിങ് മീ ആണ് വി എന്ന് പറയുന്നത്. എന്നാൽ ദേ വരുമ്പോഴോ മെനി പീപ്പിളാണ്, ഒത്തിരി പേര്, അതായത് മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ വരുന്നതെല്ലാം നമുക്ക് ദേ ഉപയോഗിച്ച് പറയാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണ്? ഐ, ഹി, ഷീ, ഇറ്റ്, യു, വി, ദേ. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടുന്നത്, ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നു എന്നത് നാം പറയുമ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഞാൻ പോകുന്നു സ്കൂളിലേക്ക്, ഈ ഒരു ഫ്രെയിമിലാണ് അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷനാണ് അവയ്ക്കുള്ളത്. അതായത് സബ്ജക്റ്റിൻ്റെ പ്രോനൗൺസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ്, ഈ രീതിയിലാണ്. ഇപ്പം സബ്ജക്റ്റും വെർബും വരുമ്പോൾ തന്നെ അതൊരു സെൻറ്റൻസായി മാറുകയാണ്. ഇപ്പോൾ പറയാണ്, ഞാൻ ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഞാൻ 2-3 സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. ഇപ്പം രാം പ്ലേസ് എന്നുള്ളത് അവൻ കളിക്കുന്നു, അല്ലെങ്കിൽ ആ രാമിൻ്റെ സ്ഥാനത്തൊരു പ്രോനൗൺ ആണെങ്കിൽ അവിടെ എന്ത് എഴുതും? ഹീ പ്ലേസ്. എന്നാൽ സീത കളിക്കുന്നു എന്നാണെങ്കിൽ സീതയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? ഷീ പ്ലേസ്. എന്നാൽ രാം ആൻഡ് സീത പ്ലേ എന്നാണെങ്കിൽ രാം ആൻഡ് സീത എന്നുള്ളതിന് പകരമായി നമുക്ക് എന്ത് പറയാം? ദേ പ്ലേ. ഇപ്പം റാം കളിക്കുന്നു എന്നുള്ളതിന് അവൻ ഹീ പറയുന്നു, സീത എന്നുള്ളതിന് ഷീ പറയുന്നു. റാം ആൻഡ് സീത വരുമ്പോൾ ദേ പ്ലേ എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ നമ്മൾ പറയാണ് ദ ഡോഗ് പ്ലേസ്. ഡോഗ് പ്ലേസ് എന്നുള്ളതിന് പകരം നമ്മൾ ഇറ്റ് പ്ലേസ് എന്നാക്കുന്നു. എന്നാൽ ഒരു ഡോഗും ക്യാറ്റും, ഡോഗ് പ്ലേ എന്നുള്ളതിന് എന്ത് വരും? ദേ പ്ലേ. കണ്ടോ? ദേ
പ്ലേ. എന്നാൽ പപ്പി മീൻസ് ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പം നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു പട്ടിക്കുട്ടിയുണ്ട്, അപ്പോൾ അത് പപ്പി പ്ലേസ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇറ്റാണ്, അവിടെ ഡോഗ് അല്ലേ, അതിന് പകരം നമുക്ക് ഹി പ്ലേസ് എന്ന് പറയാം. ബിക്കോസ് ഇറ്റ് ആക്ട് ആസ് എ മെമ്പർ ഇൻസൈഡ് ദ ഫാമിലി. അപ്പോൾ അങ്ങനെ, അതായത് അത്രയും പെറ്റ്നെസ്സോട് കൂടി നമ്മളിൽ ഒരാളായി വളർത്തുകയാണെങ്കിൽ നമുക്കതിന് പപ്പി പ്ലേസ് എന്നുള്ളതിന് ഹി പ്ലേസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ സബ്ജക്റ്റീവ് പ്രോനൗൺസ് ഏതൊക്കെയാണ്? ഐ, ഹി, ഷീ, ഇറ്റ്, യു, വി, ദേ. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും മനസ്സിലായി കാണുമല്ലോ. അപ്പം ഐ ഗോ ടു സ്കൂൾ, ഹി ഗോസ് ടു സ്കൂൾ, ഷീ ഗോസ് ടു സ്കൂൾ, ഇറ്റ് ഗോസ് ടു സ്കൂൾ, യു ഗോ ടു സ്കൂൾ, വി ഗോ ടു സ്കൂൾ, ദേ ഗോ ടു സ്കൂൾ. അതായത് ഈ പറഞ്ഞ പ്രോനൗൺസ് എല്ലാം എന്തായിട്ട് വന്നു? സബ്ജക്റ്റായിട്ട് വന്നു. അപ്പോൾ സബ്ജക്റ്റായിട്ട് വരുമ്പോഴാണ് ആ പ്രോനൗണ് സബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഞാൻ പറയണം മൈ സ്റ്റുഡൻസ് സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പം ഈ മൈ സ്റ്റുഡൻസ് എന്നതിന് പകരം നമുക്കവിടെ അതിന് പകരം ഉപയോഗിക്കാവുന്നൊരു വാക്ക് പ്രോനൗൺ പറയാമോ? ദേ സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, എന്നിട്ട് പറയണം, നമ്മൾ പറയണം ഇന്ദ്ര ഈസ് ഹാൻസം. ഇന്ദ്ര സുന്ദരനാണ്. അപ്പം ഇന്ദ്ര ഈസ് ഹാൻസം എന്നതിനെ നമുക്ക് എന്താക്കി മാറ്റാം? അവിടെ എന്ത് കൊടുക്കാം? ഇന്ദ്ര എന്നതിന് പകരം ഹി എന്ന് കൊടുക്കാം. എന്നാൽ ആപ്പിൾ ഈസ് ടേസ്റ്റി, ആപ്പിൾ നല്ല ടേസ്റ്റിയാണ് എന്ന് പറയുകയാണെങ്കിലോ ആപ്പിൾ എന്നിടത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ആലോചിച്ച് നോക്കൂ. ഇറ്റ് ഈസ് ടേസ്റ്റി. ഓക്കെ, എന്നാ ഇപ്പം ഞാൻ പറയാണ് കൊല്ലം ഈസ് എ ടൗൺ. കൊല്ലം ഈസ് എ ടൗൺ. അപ്പോൾ ഇവിടെ കൊല്ലം എന്ന ആ നഗരത്തിനെ എടുത്ത് പറയാൻ എന്ത് പ്രോനൗണാണ് നിങ്ങൾക്കുള്ളത്? ഇറ്റ് അല്ലേ? ഇറ്റ് ഈസ് എ ടൗൺ. മൈ ടീച്ചേഴ്സ് ലൗഡ് മീ വെരി മച്ച്. ഇവിടെ മൈ ടീച്ചേഴ്സ് എന്നുള്ളത് ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ഇവിടെ മൈ ടീച്ചേഴ്സ്, എൻ്റെ അധ്യാപകർ എന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദേ ലൗഡ് മീ വെരി മച്ച്. എന്നാൽ ഈ മൈ ടീച്ചേഴ്സ് എന്നുള്ളിടത്ത് മൈ ടീച്ചേഴ്സ് ആൻഡ് ഐ പ്ലേ ടുഗദർ. എൻ്റെ ടീച്ചേഴ്സും ഞാനും ഒന്നിച്ച് കളിക്കാറുണ്ട്. അപ്പോൾ അവിടെ മൈ ടീച്ചേഴ്സ് ആൻഡ് ഐ എന്നുള്ളതിന് എന്താവും? വി പ്ലേ ടുഗദർ. അപ്പോൾ ഇതാണ് സബ്ജക്റ്റീവ് പ്രോനൗൺസിൻ്റെ യൂസ്. അത് സബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞത് കൊണ്ടൊരു കൺഫ്യൂഷൻ വേണ്ട, മറിച്ച് അവിടെ നമുക്ക് ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ ഇത്രയും ഈ പ്രോനൗൺസിനെ ഉപയോഗിക്കേണ്ടുന്ന രീതികളാണ് പഠിച്ചത്. ഇതിനു മുമ്പ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയ പ്ലേലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങളുടെ ഡൗട്ട്സുകൾ കമൻറ്റ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.